പരിശുദ്ധമായ ഖുർആനിൽ ചില ആയത്തുകൾ വഇദാ സഅലക ഇബാദി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ റസൂലെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഞാൻ വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്ന്. മറ്റൊരായത്ത് ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കണം. എന്നോട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിക്കണം. മറ്റൊരു സഹിഹായ ഹദീസിൽ ഇങ്ങനെ കാണാം, എൻ്റെ അടിമ ഒരു ചാണെടുത്താൽ ഞാനൊരു മുഴമെടുക്കും, ഒരു മുഴമെടുത്താൽ ഒരു മാറെടുക്കും. എൻ്റെ അടിമ എന്നിലേക്ക് ഓടി വന്നാൽ, നടന്നു വന്നാൽ ഓടിയെടുക്കും. ഇത്രയൊക്കെ അടുപ്പം, അനുരാഗാനിഷ്ടം കാണിക്കുന്ന അള്ളാഹുവിനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ, കാര്യങ്ങൾ ചോദിക്കാൻ എന്തിനാണ് ഒരു ഇടയാളൻ? അങ്ങനെയൊന്ന് ആവശ്യമുണ്ടോ എന്ന് വിദഅത്തിന്റെ കക്ഷികൾ പറയുന്നതായി കേൾക്കാറുണ്ട്. വിദഅത്തിന്റെ കക്ഷികൾ കാര്യമായി പറയുകയും ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു പോവുകയും ചെയ്ത ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ വാദമാണിത്. റബ്ബിനോട് കാര്യങ്ങൾ പറയാൻ, റബ്ബ് നമ്മുടേതല്ലേ, റബ്ബ് നമ്മെ അടുപ്പിച്ച് നിർത്തുന്നവനല്ലേ, റബ്ബിന്റെ കൂടെ അടുത്തു നിൽക്കാനല്ലേ റബ്ബ് പറയുന്നത്, പിന്നെ എന്തിനാണ് ഒരു മീഡിയേറ്റർ എന്ന് വിദഅത്തിന്റെ കക്ഷികൾ ചോദിക്കുമ്പോൾ അതിനെ നമുക്ക് ബുദ്ധിപരമായി പ്രമാണപരമായി പറയാൻ പറ്റുന്ന ഉത്തരം, ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉത്തരം മറുചോദ്യമാണ്. ചോദ്യങ്ങൾ കൊണ്ട് പ്രതിരോധിക്കുമ്പോൾ അത് വലിയ ഉത്തരമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഗുരു ഒരിക്കൽ ലൈറ്റ് കത്തിച്ചു. ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഗുരു, വെളിച്ചം എവിടെ നിന്നാണ് വന്നത് എന്ന്. അന്നേരത്തെ ഗുരു ആ ലൈറ്റ് അങ്ങ് ഓഫാക്കിയ ചോദിച്ചു, ഈ വെളിച്ചം എങ്ങോട്ടാണ് പോയത് എന്ന്. ശിഷ്യൻ ഉത്തരമില്ല. എന്നിട്ട് പറഞ്ഞു, വെളിച്ചം എവിടേക്കാണോ പോയത് അവിടെ നിന്നാണ് വന്നത്. ഇതൊരു യുക്തിപരമായൊരു ഒരു പ്രസന്റേഷനാണ്. ആ രീതിയിൽ നമുക്ക് എങ്ങനെ ഈ ഒരു വാദത്തെ സ്ഥാപിക്കാൻ കഴിയുമെന്ന് ജമാഅത്ത്, മുജാഹിദ് തുടങ്ങി ചോദിക്കുന്നൊരു ചോദ്യം. നമുക്കതെങ്ങനെയാണ് മറുപടി കൊടുക്കാൻ കഴിയുക? ഇവിടെ നമ്മുടെ ചോദ്യങ്ങൾ ഓരോന്ന് വരുമ്പോൾ ചിലത് യുക്തിവാദികളോടുള്ളതാണ്, ചിലത് മുജാഹിദ് ജമാഅത്തിനോടുള്ളതാണ്. അപ്പം ചോദ്യം ചോദിക്കുന്നവരോടായിരിക്കും ഉത്തരം എന്ന് ഉണർത്തൽ ആവശ്യമാണ്. കാരണം നമ്മൾ ഇനി പറയാൻ പോകുന്നത് അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളുകളോടുള്ള മറുപടി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവർ പറയുന്നത് അള്ളാഹു തആല വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ടനാടിയേക്കാൾ അടുത്ത് അള്ളാഹു ഉണ്ടായിരിക്കെ പിന്നെ എന്തിനാണ് അതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ? നേരെ അള്ളാഹുവിനോട് ചോദിച്ചാൽ പോലെ എന്നാണ്. ഇങ്ങനെ ഇവർ ഈ പറയുന്ന കാര്യം അവർക്കതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞത് ഒരു ചോദ്യം നമുക്ക് ചോദിക്കാറോ, ഭക്ഷണം തരുന്നവർ ആരാണ്? ഭക്ഷണം തരുന്നത് അള്ളാഹു മാത്രമാണല്ലോ, അതിൽ സംശയമില്ല. രോഗം വന്നാൽ ശിഫിയാക്കുന്നത് ആരാണ്? അള്ളാഹു മാത്രമാണ്. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് അള്ളാഹു ഇവിടെ ഉണ്ടായിരിക്കെ എന്തിനാണ് ഭക്ഷണം ഉമ്മാനോട് ചോദിക്കുന്നത്? അല്ലെങ്കിൽ വണ്ടിയെടുത്ത് എന്തിനാണ് ഹോട്ടലിൽ പോയി ഭക്ഷണം ചോദിക്കുന്നത്? രോഗം വരുമ്പോൾ എന്തിനാണ് നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നത്? അപ്പോൾ അള്ളാഹ്ക്ക് നേരെ സുഖാക്കാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. ചോദിച്ചാൽ അള്ളാഹു കേൾക്കും, അള്ളാഹ്ക്ക് ഉത്തരം ചെയ്യാൻ പറ്റും, പെട്ടെന്ന് സുഖപ്പെടുത്താൻ കഴിയും. ഇനി ഡോക്ടറെ സമീപിച്ചാലും സുഖപ്പെടുത്തുന്നത് ആര് തന്നെ? അള്ളാഹു തന്നെ. പിന്നെന്തിനാണ് ഇടയ്ക്കൊരു ഡോക്ടറെ കാണിക്കുന്നത്? അത് അള്ളാഹു തആല വെച്ച ഒരു സംവിധാനമാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതും. ഇനി മറ്റൊരു രൂപത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നതിനാണ് ഇടയാളന്മാർ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇങ്ങോട്ട് തരാൻ ഇടയാളന്റെ ആവശ്യമുണ്ടോ? അത് വളരെ ചിന്തിക്കാം. അള്ളാഹ്ക്ക് ഇങ്ങോട്ട് തന്നെ അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ പിടിക്കാൻ എന്തിനാണ് അസ്രായീലിനെ നിശ്ചയിച്ചത്? അള്ളാഹ്ക്ക് ലോകത്തിലുള്ള 1 കോടി ആളുകൾ ഒരേ സമയത്ത് റൂഹിനെ പിടിക്കാൻ സാധിക്കുമെന്നോ ഇരിക്കെ അള്ളാഹു എന്തിനാണ് ഇടയിലുള്ള അസ്രായീലിനെ വെച്ചത്? എന്തിനാണ് റൂഹിനെ ഊതാൻ അള്ളാഹു തആല മലക്കിനെ ഏൽപ്പിക്കുന്നത്? എന്തിനാണ് വഹയി അറിയിക്കാൻ ജിബ്രീലിനെ ഇടയാളാക്കി വെച്ചത്? നമുക്ക് ഭക്ഷണം തരാൻ അള്ളാഹു തആല എത്ര ഇടയാളന്മാരുണ്ട്? ഇനി ഞാൻ ഒന്നും കൂടി ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഏതെങ്കിലും അള്ളാഹു തആല ഇടയാളനില്ലാതെ നിങ്ങൾക്ക് വല്ലതും അള്ളാഹ് തന്നിട്ടുണ്ടോ? ഇല്ല, തന്നിട്ടില്ല. ഭക്ഷണം തരുന്ന അള്ളാഹുവാണ്, പക്ഷെ അതിന് 10, 20, 100, 200 ലക്ഷങ്ങളോ ഇടയാളന്മാരുണ്ട്. വസ്ത്രം തരുന്ന അള്ളാഹുവാണ്, പക്ഷെ ഇടയാളന്മാർ തരുന്നത് ഇത് അള്ളാഹ്ക്ക് നേരിട്ട് തരാൻ സാധിക്കാത്തത് കൊണ്ടാണോ? അല്ല. അള്ളാഹു തആലക്ക് സ്വയം തരാനും അത് തരാൻ മറ്റൊരാൾക്ക് കഴിവ് കൊടുക്കാനും അള്ളാഹു കഴിയും എന്ന് പറയുമ്പോഴാണ് അള്ളാഹുവിന്റെ കഴിവ് വലുതാണത്. അള്ളാഹ്ക്ക് തരാൻ കഴിയും, മറ്റൊരാൾക്ക് അതിനെ കഴിവ് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു ചെറുതാണ്. ഇവിടുത്തെ വഹാബികളുടെ ഈ സൗഹിദ് സുർക്കുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന്റെ ഒക്കെ അടിസ്ഥാനം അള്ളാഹ്ക്ക് കഴിയും, പക്ഷെ അള്ളാഹ്ക്ക് ഇടയിൽ ഒരാൾക്ക് അത് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹുവിന്റെ കഴിവിനെ ചെറുതാക്കിയാണ്. സ്വന്തം ഒരാളെ നമുക്ക് ചെയ്യാൻ പറ്റും, വേറെ ആൾക്ക് അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ. എനിക്ക് സ്വന്തമായിട്ട് കഴിയും, വേറെ ആൾ പഠിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. ചില ഡ്രൈവർമാർ പറയും എനിക്ക് വണ്ടി ഓട്ടാൻ അറിയും, പക്ഷെ ഒരാൾ പഠിപ്പിക്കാൻ അറിയില്ല. ഈ ഒരു പോസ്റ്റിലാണ് അള്ളാഹുവിനെ വെക്കുന്നത്. അള്ളാഹ്ക്ക് ഇടയുള്ള ആൾക്ക് കഴിവ് കൊടുക്കാൻ കഴിയില്ല. എന്നാൽ നമ്മൾ പറഞ്ഞ എന്താണ്? അള്ളാഹുവിന് സ്വന്തമായ കഴിവുണ്ട്, മറ്റൊരാൾക്ക് കഴിവ് കൊടുക്കാനുള്ള കഴിവുണ്ട്. മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിവ് കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയും. അപ്പൊ അള്ളാഹ് മരിച്ചവരെ ജീവിപ്പിക്കും, അത് കഴിവൊരാൾക്ക് കൊടുത്തിട്ട് അയാളുടെയും ജീവിപ്പിക്കും. അപ്പോഴാണ് അള്ളാഹുവിന്റെ കഴിവ് വലുതാകുന്നത്.
അപ്പൊ ഇടയിൽ ആളുണ്ടായിട്ടാണ് അള്ളാഹു തആല കാര്യങ്ങളൊക്കെ ചെയ്ത് നാളെ മഹ്ശറ മൻസബയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്തിൽ ഓരോ നബിമാരെ സമീപിച്ചുകൊണ്ട് ശഫാഅത്തിന് ആവശ്യപ്പെടുമ്പോഴൊക്കെ ആ നബിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതിലൊക്കെ അവർ പറയുന്നത് എന്താണ്? ഓരോ നബിമാരും പറയുന്ന വിഷയങ്ങൾ പറയുമ്പോൾ ചില നബിമാർ പറയും, ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു തആല നമ്മൾ പോയിട്ട് മൂസാ നബിയോടാണ് നിങ്ങൾ കലീമുല്ലാഹിയാണ്, അള്ളാഹു നേരിട്ട് സംസാരിച്ച ആൾ. അപ്പൊ മൂപ്പര് ഒരു പ്രധാന പ്ലസ് പോയിന്റ് ആണ് അള്ളാഹു നേരിട്ട് സംസാരിച്ചത്. അതിനർത്ഥം വേറെ ആരോടും നേരിട്ട് സംസാരിക്കണില്ല എന്നുള്ളതാണ്. അപ്പൊ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ അള്ളാഹു തആല നേരിട്ട് നൽകുന്നത്, ബാക്കിയൊക്കെ ഇടയാളന്മാരോടെയാണ് എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൽ ഈ ഒരു വാദം ഉന്നയിച്ച ആളുകളോട് അള്ളാഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതാണ് അള്ളാഹുവിനെ അറിയാത്ത, അള്ളാഹുവിൻ്റെ കിതാബ് അറിയാത്ത, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പാഠമറിയാത്ത ഈ മുസ്ലിയാക്കന്മാരോടും നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം വിശുദ്ധ ഖുർആനിൻ്റെ പ്രാഥമികമായ ഒരു ഇൽമുള്ള ഒരു മനുഷ്യൻ ഈ ഒരു വാദം അവതരിപ്പിക്കില്ല. ഇത് അവതരിപ്പിച്ചത് സമസ്തയുടെ ഔദ്യോഗിക വേദിയിലിരുന്നു കൊണ്ടാണ്. ഈ പറഞ്ഞത് മുഴുവനും ജഹാലത്താണ്. ഇത്തരം ജഹാലത്ത് ഉദ്ധരിക്കുന്ന മനുഷ്യരോട് അള്ളാഹു ചോദിച്ചൊരു ചോദ്യമുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ. എന്താ റബ്ബ് ചോദിക്കുന്നത്? ഖുൽ അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ് സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ആകാശഭൂമികളിൽ അള്ളാഹുവിനെ അറിയാത്തൊരു കാര്യം നിങ്ങൾ അള്ളാഹുവിനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ? ആകാശഭൂമികളിൽ അള്ളാഹുവിനെ അറിയാത്ത കാര്യം അള്ളാഹുവിനെ നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ? സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഇവർ പറഞ്ഞ ശിർക്കിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരമപരിശുദ്ധനാകുന്നു എന്ന്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഈ ചോദ്യം അല്ലെങ്കിൽ ആ മോഡറേറ്റർ മുതൽ വിശദീകരിച്ച മുസ്ലിയാർ വരെ ഓതിയ വിശുദ്ധ ഖുർആൻ ഒരു ആയത്തുണ്ട്. ആ ആയത്തിൻ്റെ ആ സാരാംശം പോലും ഈ തലപ്പാവുധാരികൾ പഠിച്ചിട്ടില്ല എന്നത് ആധികാരികമായി ISMന്റെ വേദിയിൽ നിന്നുകൊണ്ട് മമ്പുറം തങ്ങൾ ജീവിച്ച മണ്ണിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആർജവമുള്ള ഏതെങ്കിലും മുസ്ലിയാക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് വരാം. ഇത് ആധികാരികമായ ശബ്ദമാണ്, സംസാരമാണ്. ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീന്റെ വേദിയിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ്. വിശുദ്ധ ഖുർആനിൽ മോഡറേറ്ററും പിന്നീട് നൽകിയ വിശദീകരണം നൽകിയ മുസ്ലിയാരും അടക്കമോദിയ ആയത്തിന് പൂർവ്വസൂരികളായ മുഫസ്സിറുകൾ നൽകിയ വ്യാഖ്യാന പ്രകാരം അവരുടെ വിശദീകരണം സമർത്ഥിക്കാൻ അവർക്ക് കഴിയോ? സാധ്യമല്ല. എന്തേ റബ്ബ് തആല അവിടെ പറഞ്ഞത്? വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. സമസ്തയുടെയും അതുപോലെ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ള തീജാനി തരീഖത്തുകാരുടെയും നട്ടെല്ല് വെട്ടുന്ന ആയത്താണത്. എന്തേ റബ്ബ് പറഞ്ഞത്? വഇദാ സഅലക ഇബാദി അന്നീ, എന്നെക്കുറിച്ച് എൻ്റെ ദാസൻ നബിയെ തങ്ങളോട് ചോദിച്ചാൽ താങ്കൾ നൽകണം അവർക്ക് വിശദീകരണം, അല്ലാഹുവിനെ സംബന്ധിച്ച അറിവ്. അതെന്താ? ഫഇന്നീ ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. ഞാൻ സമീപസ്ഥനാണെന്ന് പറയുമ്പോൾ അല്ലാഹു എല്ലായിടത്തുമുണ്ട്. പടച്ചവൻ ഇതാ ഇവിടെ മക്കാനിൽ, ഈ സ്ഥലത്ത്, ഈ ഇടത്ത്, ഈ സൃഷ്ടിയിൽ ലയിച്ചവനാണ് എന്ന് പറയുന്ന അദ്വൈതവാദികളുടെ വാദമാണോ? അല്ല. പണ്ഡിതന്മാര് പറഞ്ഞു, ഇഅ്ലം അന്നഹു ലൈസൽ മുറാദു മിൻ ഹാദൽ ഖുർബ് ബിൽ ജിഹതി വൽ മകാൻ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വവ്യാപിയാണ് എന്ന് പറയുന്ന ഹുലൂൽ ഇത്തിഹാദ് വാദഗതികൾ ഉന്നയിക്കുന്ന ആളുകളുടെ വിശ്വാസമല്ല അല്ലാഹു പഠിപ്പിക്കുന്നത്. ബലിൽ മുറാദു മിൻഹുൽ ഖുർബു ബിൽ ഇൽമി വൽ ഹിഫ്ളി. അല്ലാഹുവിന്റെ സാമീപ്യം എന്ന് പറഞ്ഞാൽ അവന്റെ ഇൽമിന്റെ ഉള്ളിലാണ് നമ്മൾ, അവന്റെ സംരക്ഷണ കവചത്തിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സംരക്ഷണ കവചത്തെ വിട്ടുകിടക്കാനോ അവന്റെ അറിവിനെ വിട്ടുകിടക്കുവാനോ ലോകത്തൊരു പടപ്പിനും സാധ്യമല്ല. ആ രൂപത്തിൽ അല്ലാഹുവിന്റെ ഖുർബത്തുണ്ട്, അല്ലാഹുവിന്റെ സാമീപ്യമുണ്ട്. എത്രത്തോളം അതുണ്ട്? സൂറത്തുൽ ഖാഫിൽ അല്ലാഹു പറഞ്ഞു, വലഖദ് ഖലഖനൽ ഇൻസാന മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. ഒരു മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും നാം അറിയുന്നുണ്ട്. വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ മനുഷ്യർ നിശബ്ദമായി നാവനക്കാതെ ആ ഹൃദയത്തിന്റെ ഓളങ്ങളിൽ മനുഷ്യൻ വ്യാപരിക്കുന്ന അവൻ്റെതായ മാത്രമുള്ള ഭാഷയിൽ അവൻ സ്വയം നടത്തുന്ന സംഭാഷണം, അവന്റെ മനോമുഖരത്തിലെ വികാര വിചാരങ്ങൾ അതുപോലും നാം അറിയുന്നുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. മനുഷ്യന്റെ കണ്ടനാടിയേക്കാൾ നാം അവനിലേക്ക് അടുത്തവനാണ്. മനുഷ്യന്റെ കണ്ടനാടി അവന്റെ ജീവനുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന അവന്റെ ജീവനാടിയേക്കാളും നാം അവനിലേക്ക് അടുത്തവനാണ്.
മാത്രമല്ല യഅലമു ഖായിനത്തൽ അയുനി വമാ കണ്ണോട്ടം പോലും അല്ലാഹു അറിയുന്നുണ്ട്. അതുപോലെ ഹൃദയത്തിൽ അവൻ ഗൂഢമാക്കി ഒളിപ്പിച്ച് വെച്ച കാര്യങ്ങൾ അല്ലാഹു അറിയുന്നുണ്ട്. അപ്പൊ അത്രമാത്രം അല്ലാഹു സമീപസ്ഥനാണ്. ആ റബ്ബു തആല അവൻ നമ്മളിലേക്ക് അടുത്തവനാണ്, അവൻ ഖരീബാണ്. അപ്പോൾ മുസ്ലിയാർക്ക് സംശയം, അങ്ങനെയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഖരീബാണെങ്കിൽ എന്തിനാണ് അല്ലാഹു ഒരു ഇടയാളനെ സൃഷ്ടിച്ചത്? മലക്കുൽ മൗത്തിനെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത്? മരണത്തിന്റെ മലക്കിനെ എന്തിനാ സൃഷ്ടിച്ചത്? മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഈ ആയത്തിന്റെ പൊരുൾ, അതിന്റെ ആശയതലങ്ങളെ പോലും മനസ്സിലാക്കാൻ ഈ മുസ്ലിയാക്കന്മാർക്ക് സാധിക്കാതെ പോയി. അതുകൊണ്ടാണ് ഉമ്മയോട് ചോറ് ചോദിക്കുന്നതും കടക്കാരനോട് ഏതെങ്കിലും ഒരു വസ്തു തരൂ എന്ന് പറയുന്നതും അതൊക്കെ ഈ വകുപ്പിലേക്ക് പെടുത്തിയത്. ഈ വകുപ്പിലേക്ക് പെടുത്തുകയാണെന്ന് പറഞ്ഞാൽ, സാധാരണ ഇപ്പോൾ പുതിയൊരു ഭാഷയുണ്ട്, മകളെ കാണിച്ച് അനിയത്തിയെ കാണിച്ച് ഇത്താത്തായെ കെട്ടിക്കുക എന്നായിരുന്നു ഇതുവരെ പറഞ്ഞെങ്കിൽ ഇപ്പം അങ്ങനെ മോളെ കാണിച്ച് വല്ലുമാനെ കെട്ടിക്കുക. അതാണ് പുതിയ ഒരു ശൈലിയിൽ, പുതിയ ഒരു ഭാഷയിൽ അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇവിടുത്തെ വിഷയം ഒരു മനുഷ്യൻ സ്വന്തം ഉമ്മയോട് ഭക്ഷണം ചോദിക്കുന്ന വിഷയമാണോ? അല്ല. ഒരു കടയിൽ നിന്നൊരു വസ്തു വാങ്ങുന്ന വിഷയമാണോ? അല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രാർത്ഥന എന്ന് പറയുന്ന അവന്റെ ദുആഇന്റെ ഗണത്തിൽപ്പെടുന്ന സംഗതികൾ, അവന്റെ ജീവിതത്തിൽ സാധാരണയായി അവൻ നിർവഹിക്കുന്നതിനപ്പുറമുള്ള സംഗതികൾ, മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യവഹാരാവശ്യാർത്ഥം നൽകിയ അനുമതികൾ, ഹലാൽ ഹറാമുകൾ, മനുഷ്യൻ ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങൾ, അതിനപ്പുറമുള്ള അതേ ആദിയായ കാര്യങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ നടത്തുന്ന തേട്ടങ്ങൾ, ആ തേട്ടങ്ങൾ ആരോടായിരിക്കണം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ചർച്ച. ആ ചർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുകയാണ്, ഞാൻ ഖരീബാണ്, സമീപസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. തേടുന്നവരെന്നോട് തേടിയാൽ ആ തേട്ടത്തിന് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ദുആ ചെയ്യുന്നവർ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവന്റെ ദുആഇന് ഉത്തരം നൽകുന്നതാണ്. ഞാനാണ് മുജീബു ദുആ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ. ഇത് അല്ലാഹുവിന്റെ അവകാശമാണ് അവൻ ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ അവകാശമാണ് അല്ലാഹു ചോദിക്കുന്നത്. അതിന് ന്യായമാണല്ലോ പറയുന്നത്. ആ ന്യായമാണ് റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ് എന്ന് പറയൂ. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു തഫ്സീർ കാണിക്കാം. നേരത്തെ വിശദീകരിച്ച മുസ്ലിയാക്കന്മാർ ഉന്നയിച്ച ചോദ്യം, അവർ ഉന്നയിച്ച സംശയത്തിനുമുള്ള മറുപടി, ആ മറുപടി പറയുന്നത് മുജാഹിദുകളല്ല, നേരെ മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശുദ്ധ ഖുർആനിന്റെ ഈ ശൈലി എടുത്തു ധരിക്കുകയാണ്. ഇത് അത്ഭുതകരമായ ഖുർആനിന്റെ ഒരു ശൈലിയാണ്. പൊതുവിൽ വിശുദ്ധ ഖുർആനിൽ ഈ രൂപത്തിൽ അല്ലാഹു ചോദ്യോത്തരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഖുർആൻ സ്വീകരിക്കുന്ന ഒരു ശൈലിയുണ്ട്. അത് ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ തുടക്കത്തിൽ ഇങ്ങനെ വിവരിക്കുകയാണ് ആ ശൈലി എന്താണ് എന്ന്. അതിൽ ഉസൂലിയായ ഒരു ശൈലി, വയസ്അലൂനക അനിർ റൂഹ് വയസ്അലൂനക അനിൽ ജിബാൽ യസ്അലൂനക അനിസ് സാഅ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്, അസുലിയായ ഉസൂലിയായ ചോദ്യങ്ങൾ. അതുപോലെ തന്നെ ഫുറൂഇയായ ചോദ്യങ്ങളുമുണ്ട്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ യസ്അലൂനക അനിൽ ശഹ്രിൽ ഹറാം യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ വയസ്അലൂനക അനിൽ യതാമാ വയസ്അലൂനക അനിൽ മഹീൽ. അപ്പോൾ ഫുറൂഇയായ ചോദ്യങ്ങളുമുണ്ട്. വീണ്ടും ചില ചോദ്യങ്ങളുണ്ട്. യസ്അലൂനക അനിൽ അംഫാൽ യസ്അലൂനക അൻ ദിൽ ഖർനൈൻ വയസ്തംബിഊനക ഹഖുൻ ഹുവ യസ്തഫ്തൂനക ഖുലില്ലാഹു യുഫ്തീകും ഫിൽ കലാല. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ശൈലികൾ വന്നിട്ടുണ്ട്. അവിടെ പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യം ആദ്യം ഉന്നയിച്ചതിനു ശേഷം ഖാല ലി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, ഖുൽ നബിയെ ഈ ചോദ്യത്തിന് താങ്കൾ മറുപടി പറയണേ. എന്നാൽ വഫീ സൂറത്തിൻ വാഹിദ ജാഅൽ ജവാബു ബിഖൗലിഹി ഫഖുൽ മഅൽ ഫാഇ തഅഖീബ്, വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് തഅഖീബിന്റെ ഫാ കൊണ്ടുവന്ന് ഫഖുൽ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോ ഒരു സ്ഥലത്ത് ഫഖുൽ എന്നും ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഖുൽ 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 എന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിന്റെ ശൈലിയിൽ മറുപടി പറഞ്ഞു പോകുന്നത്. പക്ഷേ ഈ ഒരായത്ത് എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ എന്നും പറഞ്ഞില്ല, ഫഖുൽ എന്നും പറഞ്ഞില്ല. നേരെ മറിച്ച് വഇദാ സഅലക ഇബാദി അന്നി
ഫഇന്നീ ഖരീബ്. കുല്ലും ഒഴിവാക്കി, ഫകുല്ലും എന്നുള്ളതും ഒഴിവാക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശൈലി സ്വീകരിച്ചത്? അതേ റാസി ഇമാം തന്റെ തഫ്സീറിൽ പറയുന്നു, വലം യഖുൽ ഫഖുൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖുൽ എന്ന് പറഞ്ഞില്ല, ഖുൽ എന്നും പറഞ്ഞില്ല. നേരെ മറിച്ച് പറഞ്ഞത്, എന്റെ ദാസൻ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്, ഞാൻ ഖരീബാണ്. എന്തുകൊണ്ട് ആ ശൈലി സ്വീകരിച്ചു? ഫതദുല്ലു അലാ തഅലീമി ഹാലിദ് ദുആഇ മിൻ വുജൂഹ്. ഒരു അടിമ അവൻ ദുആഇന്റെ ഹാലെത്തുമ്പോൾ, പ്രാർത്ഥിക്കുന്ന അവസ്ഥയെത്തുമ്പോൾ അവൻ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് അവൻ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലാണ്. അത് പല ന്യായങ്ങളിലും വിശദീകരിക്കാൻ കഴിയുന്നതാണ്. അതിൽ ഒന്നാമത്തെ ന്യായം അൽ അവ്വൽ, ഒന്നാമത്തെ ന്യായം കഅന്നഹു സുബ്ഹാനഹു വ തആല യഖൂൽ, അല്ലാഹു പറയുന്നത് പോലെയുണ്ട്. എന്താ റബ്ബ് പറയുന്നത്? അബ്ദി, എന്റെ ദാസ, അന്ത ഇന്നമാ തഹ്താജു ഇലൽ വാസിതതി ഫീ ഗൈരി വഖതി ദുആ. നമുക്കിടയിൽ ഒരു മധ്യവർത്തി ആവശ്യമുള്ളത്, ഒരു മധ്യവർത്തിയെ നമുക്കിടയിൽ ആവശ്യമുള്ളത് ദുആഇന്റെ അവസ്ഥയല്ലാത്ത ഘട്ടത്തിൽ മാത്രമാണ്. റൂഹിനെ പിടിക്കുമ്പോ മലക്കുൽ മൗത്ത്, ഇടിമിന്നൽ, ഇസ്രാ, അതെ, അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മീകായിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഴങ്ങളും ഫലങ്ങളും തരാൻ സസ്യലതാദികൾ, പ്രകാശം തരാൻ സൂര്യൻ. ഇങ്ങനെ നമ്മൾ തമ്മിൽ ഒരു വാസിത്തെ ആവശ്യമുള്ളത്. ഇന്നമാ തഹ്താജു ഇലൽ വാസിതതി ഫീ ഗൈരി വഖതി ദുആഇ. ദുആഇന്റെ അവസ്ഥയിലല്ലാത്ത ഘട്ടത്തിലാണ് നമുക്കിടയിൽ ഒരു മധ്യവർത്തി ആവശ്യമുള്ളത്, ഒരു മധ്യസ്ഥന് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഒരു വാസിത്തെ ആവശ്യമുള്ളത്. എന്നാൽ അമ്മാ ഫീ മഖാമി ദുആഇ, ദുആഇന്റെ അവസ്ഥയിൽ ഫലാ വാസിതത ബൈനീ വ ബൈനക്, നമുക്കിടയിൽ മധ്യവർത്തിയുടെ ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിലെ ആയത്തിന് തഫ്സീർ എഴുതുകയാണ് ആര്? ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ. ഇവിടെ ഈ കാസർഗോഡ് സമസ്തക്കാരൻ സമ്മേളനം നടത്തി വിശുദ്ധ ഖുർആന്റെ ആയത്തോതിയിട്ട് ദുർവ്യാഖ്യാനിക്കുമ്പോ ആ ദുർവ്യാഖ്യാനിക്കുന്ന മുസ്ലിയാക്കന്മാരോട് റാസി ഇമാം പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ദുആഇന്റെ ഘട്ടത്തിൽ മധ്യവർത്തിയുടെ ആവശ്യമില്ല. ഫലാ വാസിതത ബൈനീ വ ബൈനക്, അല്ലാഹുവിനോട് ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിവരം നമുക്ക് കൈമാറുകയാണ്. ആ വിവരം റബ്ബ് കൈമാറിയത് വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, അഥവാ സാധാരണ ഖുർആൻ ഉപയോഗിക്കുന്ന ശൈലിയിൽ ഖുൽ എന്ന് പറയാതെ, ഫഖുൽ എന്ന് പറയാതെ, അതുപോലും ഒഴിവാക്കിക്കൊണ്ട് നമുക്കിടയിൽ ദുആഇന്റെ അവസ്ഥയിൽ ഒരു മധ്യവർത്തി ആവശ്യമില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ ആ ആശയത്തിലൂടെ, അല്ലെങ്കിൽ അക്ഷരങ്ങളിലൂടെ പോലും ആ ആശയം നമുക്ക് കൈമാറുന്നുണ്ട്. ഇത് റാസി ഇമാം പറയുകയാണ്. റാസി ഇമാം മാത്രമല്ല, ഇത് നോക്ക്, സമസ്തക്കാർ തന്നെ അംഗീകരിക്കുന്ന ഇമാം സുയൂത്തി, ആ സുയൂത്തിയുടെ കിതാബാണിത്. ആ ഇമാം സുയൂത്തിയുടെ കിതാബ്, ആ കിതാബ് അൽ ഇത്ഖാൻ എന്ന പേരിലാണ് ആ കിതാബ് ഉള്ളത്. അത് മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ഇതേ ആയത്തു തന്നെ അതേ സുയൂത്തി ഇമാം കൈകാര്യം ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ ഇതാ പണ്ഡിതന്മാരുടെ അഭിപ്രായം കൊണ്ടുവരികയാണ്. എന്നിട്ട് ഈ ആയത്തിനെ സംബന്ധിച്ച് വരാവുന്ന ചോദ്യങ്ങൾ ഓരോന്ന് ഉന്നയിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഫഇൻ ഖീല കൈഫ ജാഅ വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഫഅദതു സ്വാൽ യജിഉ ജവാബുഹു ഫിൽ ഖുർആനി ബിഖുൽ. അതേ സാധാരണ ഖുർആനിൽ ഒരു ചോദ്യം ഉന്നയിച്ചാൽ അതിന് മറുപടി പറയുമ്പോൾ ഖുൽ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ രൂപമാണല്ലോ ഇവിടെയും വരേണ്ടത്, പക്ഷേ ഇവിടെ ഖുല്ലില്ലല്ലോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഹുദിഫത്തിൽ ഇശാറത്തി ഇലാ അന്നൽ അബ്ദ ഫീ ഹാലത്തി ദുആഇ, എന്തുകൊണ്ടാണ് ഖുല്ലെന്ന വാക്ക് അവിടെ പറയാതിരിക്കുന്നത്, അല്ലെങ്കിൽ അല്ലാഹു എന്തുകൊണ്ടാണ് ആ വാക്ക് അവിടെ ഉപയോഗിക്കാതിരിക്കുന്നത്? അത് ഇശാറ, അത് സൂചനയാണ്. ഇലാ അന്നൽ അബ്ദ ഫീ ഹാലത്തി ദുആഇ, ഒരു ദാസൻ ദുആഇന്റെ അവസ്ഥയിലാകുമ്പോൾ അവൻ ആയിത്തീരുന്നത് ഫി അഷ്റഫിൽ മഖാമാതി, ഏറ്റവും ഉന്നതമായ, ഏറ്റവും ശറഫായ അവസ്ഥയിലാണ്. ആ അവസ്ഥയിലാകുമ്പോൾ ലാ വാസിതത ബൈനഹു വ ബൈന മൗലാഹ്, അതേ ദുആ ചെയ്യുന്ന ദാസനും അല്ലാഹുവിനും ഇടയിൽ ഒരു മധ്യവർത്തി ആവശ്യമില്ല എന്ന് അടിസ്ഥാനപരമായി അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഇതാരാണ് പറയുന്നത്? ഇമാം സുയൂത്തിയാണ്. അദ്ദേഹത്തിന്റെ ഇത്ഖാൻ എന്ന കിതാബിലാണ്. ഞാൻ ചോദിക്കട്ടെ, സമസ്തയിലെ സമ്മേളനത്തിലിരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആനിലെ അല്ലാഹു തൗഹീദ് പഠിപ്പിച്ച ആയത്തിനെ ദുർവ്യാഖ്യാനിച്ച ഏതെങ്കിലും ഫൈസിമിമാരോ ദാരിമിമാരോ മമ്പുറത്തെ പിരിവ് കൊണ്ട് നടത്തുന്ന ഹുദവിമാരോ ആ ചെലവിൽ ജീവിക്കുന്ന ഹുദവിമാരോ അല്ലാഹുവിന്റെ ആയത്തിനെ ഈ രൂപത്തിൽ ദുർവ്യാഖ്യാനിച്ച ആളുകളെ കാണുമ്പോ
തഫ്സീറു റാസി ഉപയോഗിച്ച് ഇത്ഖാൻ ഉപയോഗിച്ച് ഖണ്ഡിക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കുമോ, ആർജവം കാണിക്കുമോ? അതല്ലെങ്കിൽ ഇത് തെറ്റായ വ്യാഖ്യാനം സമൂഹത്തിന്റെ മേൽ നൽകിയതിന്റെ പേരിൽ മാപ്പ് പറയുമോ?